എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ നമ്മുടെ ചാനലിനെ പറ്റിയിട്ടും കുറെ കംപ്ലൈന്റ്സും കുറെ നമ്മുടെ ചാനൽ അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്ന് കുറെ പേരൊക്കെ പറയാനുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ചേച്ചി സ്റ്റാർട്ട് ചെയ്യട്ടെ. അപ്പൊ ഈ ചാനല് അതായത് മൈ വേ ബൈ ജിത്തു എന്ന് പറയുന്ന ചാനല് എന്റെ ചാനലല്ല എന്ന് ഞാൻ ആദ്യമേ തന്നെ നിങ്ങളുടെ അടുത്ത് പറയാണ്. അത് എന്റെ അനീതിയുടെ ചാനലാണ്. ഞാൻ അവൾക്ക് ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്നത് കൊണ്ട് പലരും വിചാരിച്ചത് അത് എന്റെ ചാനലാണെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ അത് എന്റെ ചാനലല്ല. ഞാൻ അവൾക്ക് ഫുൾ സപ്പോർട്ടായിട്ട് എപ്പോഴും കൂടെ നിൽക്കുകയാണ്. പിന്നെ അപ്പൊ ആൾക്കാരുടെ വിചാരം ഇത് എന്റെ ചാനലായതുകൊണ്ട് പലവരും പല കമന്റ്സും കാര്യങ്ങളും എന്റെ അടുത്ത് നേരിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോ ചെയ്തുകൂടെ, ഇങ്ങനത്തെ വീഡിയോ ചെയ്തുകൂടെ, നിങ്ങളുടെ വീഡിയോക്ക് കണ്ടന്റ് ഇല്ല, നിങ്ങളുടെ വീഡിയോക്ക് അതില്ല ഇതില്ല, അങ്ങനെ ഒക്കെ പറയുന്നവരുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾക്ക് പറയണമെന്ന് തോന്നുന്ന എല്ലാ കമന്റ്സുകളും നിങ്ങൾ കാണുന്ന ആ വീഡിയോന്റെ താഴെ രേഖപ്പെടുത്തുക. അത് രേഖപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ചാനലിന്റെ മുതലാളിയായ ഇവള് നിങ്ങൾക്കുള്ള മറുപടി കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ്. അതെ, അല്ലാതെ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞിട്ട് എന്നെ ദേഷ്യം പിടിപ്പിച്ചത് കൊണ്ടോ എന്റെ അടുത്ത് ചൂടായിട്ട് സംസാരിച്ചത് കൊണ്ടോ ഒരു കാര്യമില്ല. എന്റെ BP വെറുതെ കൂട്ടാന്നല്ല, എന്റെ BP കൂട്ടുക നിങ്ങളുടെ എനർജി കളയാന്നല്ലാണ്ട് ഇതിൽ യാതൊരു ഗുണവും കിട്ടുന്നില്ല. അപ്പൊ ആദ്യമേ തന്നെ എനിക്ക് പറയാനുള്ള കാര്യം അതാണ്. എന്റെ ചാനലല്ല, മൈ വേ ബൈ ജിത്തു എന്ന് പറയുന്ന ചാനൽ എന്റേതല്ല. നിങ്ങൾക്ക് എന്താണോ സംശയം, എന്താണോ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, അത് എന്ത് തന്നെ ആയാലും നിങ്ങൾ കാണുന്ന അതേ വീഡിയോന്റെ താഴെ കമന്റ് ഇടുക. എല്ലാവരോടും പറയാനുള്ളത് അത് തന്നെയാണ്. അല്ലാതെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് വേറൊരാളോട് പറഞ്ഞിട്ട് അവര് ഞങ്ങളോട് പറയുന്നതിനെക്കാട്ടി നല്ലത് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അത് താഴെ കമന്റ് ചെയ്തോളൂ. ഞങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായില്ല, അങ്ങനെ എന്ത് തന്നെ ആയാലും അതിന്റെ താഴെ രേഖപ്പെടുത്തുക. അല്ലാതെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതാണ് എനിക്ക് പറയാനുള്ള കാര്യം. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല്, ഈ ചാനലില് ഞാൻ പലതരം കോലം കെട്ടിയിട്ടും വീഡിയോസ് ഇടുന്നുണ്ട്. കോമഡി ആയിക്കോട്ടെ, ട്രാജഡി ആയിക്കോട്ടെ, ചളി ആയിക്കോട്ടെ, അങ്ങനെ പല കാറ്റഗറിയിലും ഞാൻ കിടന്ന് പാറി പറന്ന് നടക്കുന്നുണ്ട്. അതൊക്കെ എൻ്റെ മാത്രം ഇഷ്ടമാണ്. ഇത് എൻ്റെ ജീവിതമാണ്, എൻ്റെ ഇഷ്ടം. നിങ്ങൾ ആരും അതിൽ ഒരു വിചാരം ഒരു ദണ്ണം വിചാരിക്കണ്ട. ഇപ്പൊ ഞാൻ ഇപ്പൊ ഉടുത്തിരിക്കുന്ന സാരി പോലും എന്റെ മോൻ എന്നോട് ചോദിച്ചു, അമ്മ സാരി ഉടുത്തിട്ടാണ് പോണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു. അമ്മ സാരി ഉടുക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് എന്റെ ഇഷ്ടമാന്ന് പറഞ്ഞു. എന്റെ ഭർത്താവ് പറഞ്ഞു, നീ സാരി ഉടുത്തിട്ടാണോ വരുന്നത് പെരപാർക്കലിൽ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു. നീ സാരി ഉടുക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് എന്റെ ഇഷ്ടമാണ്, ഞാൻ സാരി ഉടുത്തിട്ട് വരും, നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുമോ വെച്ചാൽ നിങ്ങൾ കൊണ്ടുപോയിക്കോ, അല്ലെങ്കിൽ കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ എനിക്ക് എന്താണോ ഇടാൻ സൗകര്യം, എന്ത് വേഷത്തിൽ നടക്കാനാണോ ഇഷ്ടം, ഞാൻ അതുപോലെ നടക്കും. 10-31 വയസ്സ് വരെയും ഞാൻ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് നോക്കി അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവര് പറയുന്നത് കേട്ടിട്ട് ജീവിച്ചുള്ള ഒരാളാണ് ഞാൻ. ഇനി ഈ പ്രായമില്ലേ, ഈ ജീവിച്ച അത്രയൊന്നും ഇനി ഞാൻ ചിലപ്പോൾ അങ്ങോട്ടേക്ക് ജീവിച്ചതൊന്നും വരത്തൊന്നുമില്ല. അപ്പൊ ഇനി എന്റെ ഇഷ്ടങ്ങൾക്ക് ഞാൻ ജീവിക്കും. അത് എന്റെ ഇഷ്ടമാണ്, എന്റെ ജീവിതമാണ്. അതിൽ ഒരാളും ഒരു അഭിപ്രായവും പറഞ്ഞു വരണ്ട. ഞാൻ ഇങ്ങനെയാണ്, ഞാൻ തടി കുറവാണ്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതുകൊണ്ട് നിനക്ക് അത് ചേരില്ല ഇത് ചേരില്ല, ആ വക കമന്റ്സുകൾ ഒന്നും വേണ്ട. എനിക്കിഷ്ടമുള്ളത് പോലെ തന്നെ ഞാൻ നടക്കും. വെറുതെ നിങ്ങളുടെ വായത്തെ വെള്ളം വറ്റിക്കണ്ട. ചിലപ്പോൾ അത് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് ചിലപ്പോൾ നല്ല രീതിക്കുള്ള മൈൻഡൊന്നും അതിന് വരില്ല. അപ്പൊ ചിലപ്പോൾ നമുക്കും അത് BP അടിക്കും, നമ്മൾ അതിന് തിരിച്ചു മറുപടി കൊടുക്കും. അപ്പൊ അതും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവും. നമ്മളിൽ പലവരും പലപ്പോഴും നമുക്ക് കാണേണ്ടവരാണ്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുള്ള മറുപടികൾ നേരിട്ട് പറയുന്നവര് പറയുക. ഒന്നാമത്തെ കമന്റ് പറയണ്ട. നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ വന്ന് കമന്റ് ഇട്ടോളെ. എന്റെ അടുത്ത് പറയാൻ നിൽക്കണ്ട. എന്റെ ജീവിതമാണ്, അത് എന്റെ ഇഷ്ടമാണ്, ഞാൻ എന്റെ ഇഷ്ടം പോലെ നടക്കും. നിങ്ങളുടെ ആരുടെയും ചെലവിലല്ല ഞാൻ ജീവിക്കുന്നത്. നിങ്ങളുടെയൊക്കെ ചെലവിന് വന്ന് ജീവിക്കേണ്ട കാലം ആവുമ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ നടക്കാം. ഇപ്പൊ തൽക്കാലത്തിൽ ഇപ്പൊ അങ്ങനെയല്ല. അതുകൊണ്ട് എന്റെ അടുത്ത് വന്നിട്ട് ആരും ഒരു തരത്തിലുള്ള കമന്റുകളും പറയണ്ട. ഇപ്പതാ ഇന്നിപ്പോ ഇത് ഞാൻ കുറ്റിശ്ശിക്ക് പോയപ്പോ എന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് സ്പീഡ് കൂടുതലാത്രേ. വണ്ടി ഓടിക്കുമ്പോൾ സ്പീഡ് കൂടുതലാത്രേ. അതും 4 കൂടിയ ജംഗ്ഷനിൽ ഞാൻ സ്പീഡിലാണ് പോണത്. 4 കൂടിയ ജംഗ്ഷനിൽ ഞാൻ എന്റെ 2 മക്കളെയും വെച്ചിട്ട് പോകുമ്പോ ഒരു പരമാവധി സ്പീഡിലാണ് ഞാൻ പോവാ. സാമാന്യ ബോധം വെച്ചിട്ട് എനിക്കറിയാം എന്റെ 2 മക്കളുണ്ട്, 4 കൂടിയ വഴിയാണ്, അവിടുന്ന് ഇവിടുന്ന് വണ്ടി വരും, ട്രാവലർ വരുന്ന സമയമാണെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ പോകുന്നത്.
1 or 2 ദിവസം ചിലപ്പോ എങ്ങാനും സ്പീഡിൽ പോയിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് എല്ലാ ദിവസവും ഞാൻ സ്പീഡിലാണ് പോകുന്നത് എന്ന് പറയണതിലൊക്കെ ഒരു തെറ്റുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഇതാക്കുക. ഇന്നിപ്പോ അവിടെ പോയിട്ട് തല്ലുണ്ടാക്കി, ഇന്നവിടെ പോയിട്ട് തല്ലുണ്ടാക്കി, അവിടെ പോയിട്ട് തല്ലുണ്ടാക്കിട്ട് പോകുന്നത്. ഞാൻ സ്പീഡ് ആദ്യം അയാൾ എന്റെ അടുത്ത് പറഞ്ഞു, അയാളാണെങ്കിൽ കള്ളുടിച്ച് മൂക്കറ്റം മുട്ടിയിട്ട് നാറിയിട്ട് നിക്കണ്. അപ്പൊ ആള് അത് പറഞ്ഞു. അത് അന്ന് ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ആംബുലൻസ് വന്നപ്പോ വണ്ടിയുടെ മുകളിൽ സൈഡ് കൊടുത്തപ്പോ ആംബുലൻസ് വന്നപ്പോ സൈഡ് കൊടുത്തിട്ട് വണ്ടിയുടെ മുകളിൽ തട്ടിന്ന് പറഞ്ഞില്ലേ, ആ സംഭവമാണ് മൂപ്പരാൾ എന്റെ അടുത്ത് വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു അത് ശരിയാണ്, സംഭവം ശരിയാണ്. ആംബുലൻസ് വന്നപ്പോ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടി തെറ്റി, അപ്പൊ തട്ടി സംഭവം ഞാൻ ഓക്കെയാണ്, ഞാൻ പറയുകയും ചെയ്തു. അപ്പൊ അയാൾ എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, മോളുടെ ഭാഗത്ത് അതിലൊരു തെറ്റൂല, അയാൾ വെറുതെ ചൊറിയാൻ വന്നതാണ്. അയാൾ രാവിലെ തന്നെ ഓട്ടോറിക്ഷ ഡ്രൈവർ രാവിലെ തന്നെ കള്ളു കുടിച്ചതുകൊണ്ടാണ് അയാൾ അങ്ങനെ സംസാരിച്ചത്. മോള് പോയതിന് ശേഷം ഞങ്ങൾ അങ്ങനെ സംസാരിച്ചു. താൻ എന്തിനാണ് ആ കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ചോദിച്ചു. അയാളുടെ തല താഴ്ന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊക്കെ ഓക്കെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും യാത്ര പറയാൻ വേണ്ടി വീണ്ടും വന്നപ്പോ ഇയാൾ ഇത് തന്നെ വീണ്ടും പറയുന്നു. അപ്പൊ ഇയാളുടെ ഭാര്യ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് എന്റെ ഭർത്താവ് പറയാറുണ്ട് മോള് സ്പീഡിലാ പോണെന്ന്. ഞാൻ പറഞ്ഞു അതെ ഞാൻ സ്പീഡിലാ പോണത്, 100-110 പോണെന്ന് പറഞ്ഞു. അപ്പൊ ആ പെണ്ണൊരു തിരുത്ത് വഴിക്ക് മോളെ ഇങ്ങനെ സ്പീഡിൽ പോയത്. ഞാൻ പറഞ്ഞേ എനിക്കറിയാം മിനിമം എത്ര സ്പീഡിൽ പോകണം എന്നുള്ളത്. ഞാൻ അത്ര പൊട്ടിയൊന്നല്ലല്ലോ എന്ന് ചോദിച്ചു. അതും 4 കൂടിയ ജംഗ്ഷനിൽ എങ്ങനെ പോകണം എന്നുള്ളത് എനിക്കറിയാം. ഞാൻ വണ്ടി അവിടെ നിർത്തി അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നോക്കിയിട്ട് തന്നെ പോണത്. പിന്നെ എന്റെ വണ്ടിക്ക് ഒരു പ്രശ്നമുണ്ട്, ഫ്രണ്ടിലത്തെ വീലിന്റെ ഷോക്കപ്പ് പോയി കിടക്കണം. അപ്പൊ നമ്മൾ എത്ര സ്പീഡിൽ പോയാലും സ്പീഡ് കുറഞ്ഞു പോയാലും ഈ ഗട്ടറിൽ ചാടുമ്പോ പെട്ടേ എന്നുള്ളൊരു ഒച്ച കേൾക്കും. ആ പെടേ എന്നുള്ള ഒച്ച കേൾക്കുന്നത് കൊണ്ടായിരിക്കണം ഞാൻ സ്പീഡിൽ പോകുന്നുണ്ട് എന്ന് പറഞ്ഞേക്കാം. അങ്ങനെ പല തെറ്റിദ്ധാരണകളുണ്ട്. അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്റെ സ്പീഡ് ഏറി പറഞ്ഞാൽ ഒരു 25-30, അതിന്റെ അപ്പുറത്തേക്ക് ഞാൻ കടക്കാറും കൂടി ഇല്ല. അത് പിള്ളേരുള്ളപ്പോ അത്ര തന്നെ പോയിട്ടുള്ളൂ. എനിക്ക് പേടിയാണ് ഒന്നാമത്. എനിക്ക് എന്ത് പറ്റിയാലും കുഴപ്പമുണ്ടായിട്ടില്ല. എന്റെ മക്കൾക്ക് എന്തെങ്കിലും പറ്റിയാൽ എന്നെ പേടിയാണല്ലോ വെച്ചിട്ട് ഞാൻ അത്ര ഇതിൽ എന്നെ പോവുള്ളൂ. അതിനൊക്കെയാണ് പല കമന്റുകളും വരുന്നത്, അങ്ങനത്തെ ഓരോ കാര്യങ്ങള്. അപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എന്റെ ജീവിതമാണ്, എന്റെ ഇഷ്ടമാണ്, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ നടക്കും. എനിക്ക് ഇഷ്ടമുള്ള വീഡിയോസ് ഞാൻ ഇടും, ഒക്കെ ചെയ്യും. ആരും ഒന്നും പരാതിയും പരിഭവവും പറഞ്ഞിട്ട് എന്റെ അടുത്തോട്ട് വരണ്ട. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇനി അവള് പറയും ബാക്കിയുള്ള കാര്യങ്ങൾ അവള് പറയുന്നതാണ്. പിന്നെ അത് പറയണ്ടേ, വീഡിയോ എടുക്കാൻ പറയണം. വീഡിയോ അത് പിന്നെ വീഡിയോസ് എടുക്കേണ്ട കാര്യം പറയണത്, ഇവളുടെ ചാനലാണ്. ഇവൾക്ക് ഒരു കുഞ്ഞു കുട്ടിയുണ്ട്. വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പരിമിതികളുണ്ട്. ഇവളുടെ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൂച്ച പോലും ഇത്ര നന്നായിട്ട് ഉറങ്ങുമെന്ന് തോന്നുന്നില്ല. കെടുത്തണത് തന്നെ കാണുള്ളൂ. തിരിയുമ്പോ ആള് പിന്നാലെ പറഞ്ഞ കുട്ടിയാണ്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള വീഡിയോസേ ഇവൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ആ കുട്ടി അവിടേക്ക് ഇവിടേക്കൊക്കെ തിരിയുമ്പോഴാണ് ഇവള് ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. പിന്നെ ഡേ മൈ ലൈഫ് എടുക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഈ സാഹചര്യത്തിൽ ഒട്ടും പറ്റാത്ത സംഭവമാണ്. പിന്നെ ഡേ മൈ ലൈഫ് എടുത്തതിന് കണ്ടന്റ് കൂടും, വ്യൂവേഴ്സ് കൂടും. ഇവള് കുട്ടിക്ക് പാല് കൊടുക്കുന്ന വീഡിയോസ് ആവും വരിക പോവാ. അതൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ ചൊറിയന്മാർക്ക് പിന്നെ അത് കൂടുതൽ ചൊറിയാനേ നേരം ഉണ്ടാവത്തുള്ളൂ. അപ്പൊ അതും ഒരു കാര്യമാണ്. അത് ഇതിന്റെ പിറകില് ഈ കാണുന്നവർക്ക് അത് സിമ്പിൾ ആയിട്ട് തോന്നുന്നെങ്കിലും ഇതിന്റെ പിന്നിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അത് ഈ യൂട്യൂബ് ചാനലിൽ നടത്തുന്നവർക്ക് നന്നായിട്ട് അറിയുണ്ടാവും. വെറുതെ ഇരുന്ന് വീഡിയോസ് കണ്ട് കമന്റ് ഇടുന്നവർക്ക്, വായ തോന്നിയത് പറയുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അറിയത്തില്ല. അപ്പൊ ഏതൊരു പണിയാണെങ്കിലും ഏതൊരു മേഖലയാണ്, അതിപ്പോ എന്തൊരു ജോലി ആയിക്കോട്ടെ, ആ ജോലിക്കൊക്കെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതൊക്കെ കണ്ടിട്ട് വേണം ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് അത് ക്യാമറയുടെ മുമ്പിൽ നിന്ന് 2 വർത്താനം പറയണ ഇപ്പൊ എന്താ ബുദ്ധിമുട്ട് എന്നൊക്കെ ചോദിക്കുന്നവരുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ പണിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പൊ ഒരു വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ലൈറ്റ് നോക്കണം, സൗണ്ട് നോക്കണം, അങ്ങനെ പല കാര്യങ്ങളും നോക്കിയിട്ട് വേണം നമുക്ക് ഇടാൻ വേണ്ടിയിട്ട്. കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ മാറ്റി നിർത്തണം, വീട്ടുകാരുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തണം, അങ്ങനെ പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം കണ്ടിട്ട് വേണം ഓരോരുത്തരും ഓരോ കമന്റുകളും കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് എന്നുള്ളത് ഞാൻ പറയാണ്. ബാക്കിയുള്ളത് അവള് പറയും. പിന്നെ നമ്മുടെ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് എന്റെ മോനെ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്റെ മൂത്താളെ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. മൂത്താളുടെ ഫസ്റ്റത്തെ വീഡിയോ ആണ് ഇട്ടുള്ളത്. പിന്നെ അങ്ങനെ മാറി, പിന്നെ നമ്മളെ വീഡിയോ ആയി, നമ്മളെ ചളിവീഡിയായി. പിന്നെ ഞാൻ അവിടെ എന്റെ വീട്ടിലുള്ളപ്പോ ഞാൻ ഡേ മൈ ലൈഫ് ഒക്കെ എടുത്തിരുന്നു ഇടക്കിടക്ക്. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ, ഇടയിൽ കയറി പറഞ്ഞതിന് ക്ഷമിക്കണം. എന്താ വെച്ച് കഴിഞ്ഞാല് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ സംസാരം കേട്ടിട്ട് എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്, ഇവളുടെ സംസാരം കേട്ടിട്ട് ഇവളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ സംസാരവും എന്റെ ഈ ചളി വീഡിയോയും കണ്ടിട്ട് ആരെങ്കിലും ഒരു വ്യക്തി മനസ്സ് തുറന്നൊന്ന് ചിരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് എന്റെ വിജയം എന്ന് പറയണത്.
അത് മതി എനിക്ക്. ബാഡ് കമന്റ്സിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ ഒരുപാട് കമന്റ്സുകൾ വരുമ്പോ പറയും ജിൻഡി ചേച്ചി ഉണക്കമീൻ പോലെയാണെന്നൊക്കെ പറയും. അവരത് സ്നേഹം കൊണ്ട് പറയണതാണെന്ന് എനിക്കറിയാം. അവരത്രയും കമ്പനി ആയതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ പരിമളം എന്നെ ചിരിപ്പിച്ചു, ഡാൻസ് കാണാൻ LKG കുട്ടിയുടെ പോലെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴും അവർക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അത് പറയണെന്നുള്ളത് എനിക്കറിയാം. അങ്ങനെ സ്നേഹിക്കുന്ന കുറച്ചധികം ആളുകളുണ്ട്. അവര് ചിരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ആത്മാർത്ഥമായിട്ട് അവർ ചിരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോക്ക് എനിക്ക് 10,000 20,000 അല്ല 1,000,000 ലൈക്ക് കിട്ടിയതിന്റെ സന്തോഷം എനിക്കുണ്ട്. അങ്ങനെയുള്ളവർ എനിക്കുണ്ട്. അത് മതി എനിക്ക്. എനിക്കെന്ന് മാത്രമല്ല ഇവൾക്കും ഉണ്ട് അതുപോലത്തെ ആൾക്കാര്. അങ്ങനെ കിട്ടുമ്പോഴാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ കമന്റ്സ് ഈ പറഞ്ഞത് പോലെ നിങ്ങൾ ഈ കമന്റ്സ് പറയുമ്പോ പറയും നെഗറ്റീവ് കമന്റ്സ് പറയുന്നവരുടെ വിചാരം ഞങ്ങൾക്ക് ആരും സപ്പോർട്ട് നൽകുന്നില്ല എന്നൊക്കെ വിചാരിക്കും. ഞങ്ങളെയും ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട്. ഞങ്ങളുടെ ഈ ചളി വീഡിയോ കണ്ട് ലൈക്ക് അടിക്കാനും ഇഷ്ടപ്പെടാനുള്ള ആൾക്കാരൊക്കെ ഞങ്ങൾക്ക് ഉണ്ട് കേട്ടാ. അത് തന്നെയാണ് ഞങ്ങളുടെ ഈ ഇത്രയും നാളത്തെ ജേണിയിൽ ഞങ്ങൾക്ക് 10K സബ്സ്ക്രൈബേഴ്സ് ആയതിന്റെ രഹസ്യം അതൊക്കെ തന്നെയാണ്. ഈ ചളി വീഡിയോസ് ഒക്കെ കണ്ടിട്ട് തന്നെയാണ് ഞങ്ങളെ ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങളുടെ കൂടെ കൂടിയിട്ടുള്ള ആൾക്കാര്. അതുകൂടി പറയണം അതിന്റെ ഉള്ളിൽ കൂടെ. പിന്നെ ഞാൻ പറഞ്ഞത് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ ഞാൻ എടുത്തിരുന്നു. എന്റെ പഴയ വീഡിയോസ് ഒക്കെ നോക്കി അറിയാം. തിങ്കൾ മുതൽ വെള്ളി വരെ, ശനി വരെ, ഞായറാഴ്ച വരെ ഫുഡ് വെച്ചതും അങ്ങനത്തെ വീഡിയോസ് ഒക്കെ എടുത്തിരുന്നു. അന്ന് എന്നെ സഹകരിക്കാനായിട്ടുള്ള ഒരു മോനായിരുന്നു എന്റെ കൂടെ ഉണ്ടായിരുന്നത്. ഇപ്പൊ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഇപ്പത്തെ ആള് ഭയങ്കര ടെററാണ്. അപ്പൊ ഉറങ്ങൂല. ഉറക്കത്തിന്റെ പ്രശ്നം ഭയങ്കര ഉണ്ട്. തീരെ പകൽ ഉറങ്ങൂല. രാത്രി ചില സമയത്ത് ഇടക്കിടക്ക് കീക്കിയൊക്കെ വെക്കും. അപ്പൊ എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട് വീഡിയോ എടുക്കണേന്. മാത്രല്ല നമ്മൾ അവിടെ നിന്ന് വീഡിയോ എടുക്കുമ്പോ വെച്ച് കഴിഞ്ഞാൽ സൈലന്റ് ആണ് അവിടെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാനും മോനും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ സൈലന്റ് ആണ്. വേറെ ഇതൊന്നുമില്ല, സൗണ്ടും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വർത്താനങ്ങൾ ഉണ്ടാവും. അച്ഛന്ന് ചുമച്ചാ മതി. അപ്പൊ എനിക്ക് അത് അവിടെ വെച്ച് സൈലന്റ് ആയി. പിന്നെ ഇവിടെ പോരാത്തന്നെ ഒരു പട്ടി ഉണ്ട്. ഒരു പട്ടി ഉണ്ട്. അപ്പൊ ആരെങ്കിലും വന്ന പട്ടി കുറയ്ക്കും. അപ്പൊ അവിടെ ആകുമ്പോ കുട്ടി സൈലന്റ് ആയ അന്തരീക്ഷത്തിൽ അങ്ങ് നന്നായി ഉറങ്ങും. ഇതിപ്പോ അങ്ങനെയല്ല. അപ്പൊ എനിക്ക് കുറെ ലിമിറ്റേഷൻ ഉണ്ട്. ഞാൻ എനിക്ക് ഇതിനെക്കാട്ടും നന്നായിട്ട് വീഡിയോ എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ പറ്റില്ല. ഇവനെന്താ എനിക്കിപ്പോ പുറത്തേക്ക് പോകാൻ പോലും എനിക്ക് സമാധാനമായിട്ട് പോകാൻ പറ്റില്ല. അവനെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ട്. അവന് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒക്കെ കുത്തിപ്പിടിച്ച് നേറി കയറി നിൽക്കുക. അവനെ എടുത്തടക്കാൻ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ എനിക്കത് കാണുമ്പോ തന്നെ എനിക്ക് എങ്ങോട്ടും പോകാൻ തോന്നുന്നു. ഞാൻ എങ്ങോട്ടും പോവാറും കൂടി ഇല്ല ഇപ്പൊ. അപ്പൊ എനിക്ക് കുറെ ലിമിറ്റേഷൻ. എനിക്ക് അങ്ങനെ ഇങ്ങനെ വീഡിയോ എടുക്കണമെന്നുണ്ട്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ ഭർത്താവ് നാട്ടിലില്ല. ആദ്യം നമ്മൾ എങ്ങനെയെങ്കിലും പോവാണെങ്കിൽ അവിടുത്തെ വീഡിയോ കുറച്ചൊക്കെ എടുക്കാന്ന് വെക്കുക. ഇപ്പൊ എനിക്ക് എങ്ങോട്ടും പോവാല്ല. ഞാൻ ഈ വീഡിയോ ഇട്ടിട്ട് എങ്ങോട്ടും പോകണില്ല. എങ്ങനെയെങ്കിലും പോകണമെങ്കിൽ എന്റെ വീട്ടിൽ പോകും. എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാണ്ട് അങ്ങോട്ട് പോകും. അല്ലാണ്ട് വേറൊരു സ്ഥലത്തേക്കും പോകില്ല. അപ്പൊ പ്രത്യേകിച്ച് വീഡിയോസ് എടുക്കാനില്ല നമുക്ക്. അന്നാളത്തെ വീഡിയോ പോലെ അന്നാലും ഞാൻ പോയിട്ട് വീഡിയോ ഓണാക്കാണ്ട് വീഡിയോ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ. അപ്പൊ നമുക്ക് അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ ഇപ്പൊ നമ്മളോട് പറഞ്ഞ ആളില്ലേ വീഡിയോ എടുക്കാൻ പറഞ്ഞ അങ്ങനെ എടുക്കുക ഇങ്ങനെ എടുക്കുക. അവർക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട്. അവരെ യൂട്യൂബ് ചാനൽ നോക്കിയപ്പോ ഡേ ഇൻ മൈ ലൈഫും കണ്ടില്ല. അവ ഈ പറഞ്ഞ ആൾക്കാർക്ക് ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ എടുക്കാവുന്നുള്ളൂ. അവർക്ക് പിള്ളേരൊക്കെ വലിയ പിള്ളേരായിരുന്നു. അവരുടെ ചാനലിൽ ഡേ ഇൻ മൈ ലൈഫും കണ്ടില്ല. ഒരു നല്ല വീഡിയോസ് പോലും ഞാൻ കണ്ടിട്ടില്ല. അവൻ മന്തുള്ളവന് വെള്ളത്തിൽ കാല് മുക്കി ഇരുന്നിട്ട് ബാക്കിയുള്ളവരെ മന്താ വിളിക്കുന്ന പരിപാടിയാണ്. അപ്പോ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയില് മാക്സിമം ഞാൻ എങ്ങനെയെങ്കിലും തട്ടിമുട്ടിയിട്ട് ലൈവ് ഇടാനായി. ലൈവ് ഇടുമ്പോ എന്നെ അറിയാം. ലൈവ് ഇട്ട് കുറച്ച് കഴിയുമ്പോ എന്റെ മോനിക്കും. അപ്പൊ അവളുള്ള കാരണം അത് അഡ്ജസ്റ്റ്മെന്റിൽ പോണതാണ്. അങ്ങനെ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അത് ഈ ടൂതര ലൈവ് വന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഉപകാരം അതാണ്. എന്താ വെച്ചാൽ ഇവൾക്ക് പറ്റില്ലെങ്കിൽ ഞാനുണ്ടാവും. പിന്നെ ഞാനും ഈ പറഞ്ഞ ഇടയ്ക്കൊന്ന് ഓഫ് ചെയ്ത് പോകുന്നല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കില്ല. ഞാനും മിക്കവാറും ഞാൻ അത് അവസാനം വരണ്ടാവും. എന്താ വെച്ചാൽ നിന്റെ കുട്ടികളൊക്കെ വലിയ കുട്ടികളായതുകൊണ്ട് വലിയ പ്രശ്നം. പിന്നെ അവിടെ കിടന്നിട്ട് അപ്പടി ഇപ്പടി കുട്ടികളുടെ നടക്കണം. പിന്നെ നമ്മളത് മൈൻഡ് ചെയ്യാൻ പോലും. നമ്മളത് നോക്കി പഠിപ്പിച്ച് 2 കണ്ണൂരിട്ട് കാട്ടിയിട്ടൊക്കെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. അതേപോലെ കണ്ണൂർ പിച്ചാട്ടിക്ക് തന്നെ ഉറങ്ങുന്ന കുട്ടിയല്ലേ അവളുടെ കുട്ടി. അല്ല അത് ആ കുഞ്ഞു കുട്ടിയല്ലേ. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും നമുക്ക് കുട്ടികളാണ് അങ്ങനെ ഉണ്ടാവും. പക്ഷെ എന്റെ മൂത്ത മോൻ അങ്ങനെ ആയിരുന്നില്ല. ഭയങ്കര സഹകരണമായിരുന്നു. ഇവ നേരെ ഓപ്പോസിറ്റ്. അല്ലെങ്കിൽ അങ്ങനെ ആവുക. ഒരെണ്ണം വയലന്റ് ആയി ഒരെണ്ണം സൈലന്റ് അങ്ങനെ തന്നെ ആവുള്ളൂ. അപ്പൊ നന്നായിട്ട് എടുക്കണം എന്നൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ നന്നായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ ഫോൺ എടുത്തതിന്റെ പിന്നിൽ തന്നെ വലിയൊരു കഥ ഉണ്ട്. അതൊക്കെ ചേട്ടനും എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഈ യൂട്യൂബിലേക്ക് ഇറങ്ങിയതിന്റെ യൂട്യൂബിൽ വീഡിയോസ് എടുക്കണ കാരണം തന്നെ ഫോണിന് വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഫോണ് പിടിക്കാനും വീഡിയോ എടുക്കാനൊന്നും ഞങ്ങൾ ആരും പ്രൊഫഷണലി ഇതിനെ കോഴ്സ് ഒന്നും പഠിക്കാൻ പോയിട്ടില്ല.
വീഡിയോസ് എടുക്കാൻ, വീഡിയോ എഡിറ്റിങ്ങോ ഒന്നും ഞങ്ങൾ പോയിട്ട്. അതേപോലെ തന്നെ ഈ നമ്മൾ ഇതിൽ കേറി നിന്നിട്ടാണ് ഇതിലത്തെ എഡിറ്റിങ്ങും വോയിസ് റെക്കോർഡിങ്ങും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ ഈ കിട്ടിയ മറുപടി ഒക്കെ ഉണ്ടല്ലോ, ഇതിൽ നിന്ന തൊലിക്കെട്ടിയാണ്. ഞാൻ ഇതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് എടുക്കുമ്പോ എന്റെ അടുത്ത് ഒരു ചേട്ടൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഇതിന് അപാര തൊലിക്കെട്ടിയാണ്. അതേപോലെ ഞാൻ ഈ വീഡിയോസിന്റെ ഫസ്റ്റ് ഉണ്ണിക്കുട്ടൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ അഭിനയിച്ചിരുന്നു, ഇവിടെ മുടി കെട്ടിയിട്ട് ആൺകുട്ടികളുടെ വേഷത്തിൽ കുഞ്ഞു കുട്ടികളുടെ ശബ്ദത്തിൽ. ഇതിന് അപാര തൊലിക്കെട്ടിയാണെന്ന് എന്റെ അടുത്ത് ഒരു ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അതെ അപാര തൊലിക്കെട്ടിയാണ്, എന്നെ പോലെ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ ബാഡ് കമന്റ്സ്, അതായത് തമാശക്കായിക്കോട്ടെ സീരിയസ് ആയിക്കോട്ടെ എന്തായാലും അതുപോലെ കേട്ട് കേട്ട് തയമ്പിച്ചിട്ട് വന്ന തൊലിക്കെട്ടിയാണ് ഇത്. അതാണ് ഇന്നിപ്പോ ഇവിടെ വരെ എന്നെ എത്തിച്ചത്. ഞാൻ ഇന്നാളിട്ട ഒരു മോന്റെ കുപ്പായിട്ട വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് വന്ന ധൈര്യം എനിക്ക് കിട്ടിയത് ഇവര് പറഞ്ഞ ബാഡ് കമന്റ്സിലൂടെയാണ്. എനിക്ക് ആ ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം കണ്ടത്. ജസ്റ്റ് ഒന്ന് വായോണ്ട് പറയാ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിനാണ് എനിക്ക് വന്ന കമന്റ്സ്. എന്താണ് ഇങ്ങനെ ചെയ്തത്, മോശമായി പോയിന്നത്. ആ മോശം പറഞ്ഞതല്ല, ഞാൻ പ്രവർത്തിച്ച് കാണിച്ചു. ഞാൻ തുണി ഉടുത്തിട്ട് തന്നെയാണ് വീഡിയോ ഇട്ടിട്ടുള്ളത്. ജസ്റ്റ് വായോണ്ട് പറയണതല്ല, ഞാൻ പ്രവർത്തിച്ച് കാണിച്ചു. ഞാൻ മര്യാദക്കുള്ള ഡ്രസ്. ഇപ്പോഴത്തെ കാലത്ത് ഏതൊരു ആൾക്കാരും, ഏതൊരു കോളേജ് വിദ്യാർത്ഥി ആയിക്കോട്ടെ വീട്ടുകാരായിക്കോട്ടെ ഇടുന്ന ഒരു വേഷം തന്നെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അത് ഞങ്ങൾ മാത്രമുള്ളപ്പോ എടുക്കുന്ന ഞങ്ങൾ മാത്രമുള്ളപ്പോ, ഞാനും എന്റെ ഭർത്താവും മക്കളും ഉള്ളപ്പോ മാത്രം ഇടുന്ന ഒരു കാര്യം പറഞ്ഞതിനാണ് ഇങ്ങനെ ഒരു കമന്റ് കണ്ടത്. എന്നാ പിന്നെ ആയതുകൊണ്ട് ആയിക്കോട്ടെ, എന്നാ പിന്നെ നാട്ടുകാരും കൂടി കണ്ടോട്ടെ. ഞാൻ എന്റെ മോന്റെ ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ഇട്ടു. അതിന്റെ താഴത്ത് കുറെ കമന്റ്സുകൾ വന്നിട്ടുണ്ട്. നല്ലതും ചീത്തയും ഒരുവിധമൊക്കെ നല്ല തന്നെയാണ് വന്നിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഇതേപോലെ ഇപ്പൊ അമ്മയുടെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു അവൾക്ക് നല്ല രസമുണ്ട് തടി കുറവായതുകൊണ്ട് പറഞ്ഞു. കമന്റ്സ് നല്ല കമന്റ്സ് വരുന്നുണ്ട്. നല്ല കമന്റ്സ് വന്നാലും ബാഡ് കമന്റ്സ് വന്നാലും എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ അത് ഇട്ടിട്ട് നാട്ടിലേക്ക് കുന്നംകുളം സെന്ററിലേക്കൊന്നും ഞാൻ പോണില്ല. ഞാൻ എന്റെ വീടിന്റെ മുറ്റത്ത് നിന്നിട്ട് എടുത്തിട്ടുള്ളത്, വേറെ ആരും കണ്ടിട്ടില്ല. ഇനിയിപ്പൊ അത് ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തോന്നി തന്നെ ഞാൻ ചിലപ്പോൾ ഇത് ഇട്ടിട്ട് വരും. ഇനി അടുത്തത് ഞാൻ ലൈവിൽ വരുമ്പോ ഞാൻ സ്ലീവ്ലെസ് ഡ്രസ് ഇട്ടിട്ട് വരും. ആർക്കെങ്കിലും ചൊറിയാൻ ധൈര്യം ഉണ്ടെങ്കിൽ ചൊറിഞ്ഞോ, അതിന്റെ താഴെ വന്നിട്ട് ചൊറിഞ്ഞോ. ഞാൻ മിക്കവാറും ഇനി അടുത്ത ഏതെങ്കിലും ഒരു ലൈവിൽ ഞാൻ വരുമ്പോ ഞാൻ സ്ലീവ്ലെസ് ഡ്രസ് ഇട്ടിട്ട് വരും. അത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ കമന്റ്സ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും വരും. ഞാൻ മനസ്സിൽ ഓർപ്പിച്ചിട്ടുള്ളതാണ്. ഒരു ഡ്രസ്സ് ഇവളുടെ ഡ്രസ്സ് എനിക്ക് തന്നിട്ടുണ്ട്, അത് ഞാൻ ഉന്നം വെച്ചിട്ടുണ്ട്. അതിട്ടിട്ട് ഞാൻ 2 തവണ, നിങ്ങൾ ആരും അറിഞ്ഞില്ലല്ലോ, ഞാൻ ആ ഡ്രസ്സിൽ 2 തവണ 3 തവണ ഞാൻ പുറത്തേക്ക് പോയിട്ടുണ്ട്. ഒന്ന് മരത്തൻകോട് പള്ളി പെരുന്നാൾ കാണാൻ പോയി, പിന്നെ ഒരിക്കൽ കുന്നംകുളം, എവിടേക്ക് പോയത്, കുന്നംകുളം ഇവിടെ ഫ്രണ്ടിൽ പൊളികളോ കുന്നംകുളത്ത് പാർക്കിൽ പോയി, പിന്നെ ഒരു ദിവസം സ്കൂളിലേക്കും പോയി. വീട്ടിൽ ഫുള്ള് ഇട്ട് കാണുന്നിട്ട് സ്കൂളിലേക്കും പോയിട്ടുണ്ട്. ഞാൻ 3 ദിവസം ഞാൻ ഇട്ടിട്ടുണ്ട്. അതിട്ടിട്ട് ഞാൻ വരും. ഇപ്പത്തെ ജനറേഷൻ മാറി. സ്ലീവ്ലെസ് കുപ്പായങ്ങളൊക്കെ ഇടുന്നവരൊക്കെ ഉണ്ട്. അതെ, അമ്മയ്ക്ക് താല്പര്യമില്ലാത്ത കാരണമാണ്. പക്ഷെ നമ്മള് അങ്ങനെ തന്നെ ചെയ്യണം. അല്ലാണ്ട് ഞങ്ങൾ അവിടെ ഇവിടെയും കാട്ടിയിട്ട് നടന്ന വീഡിയോ എടുക്കുക, അങ്ങനെ റീച്ച് ഉണ്ടാക്കുക ഒന്നുമില്ല. നമ്മള് നമ്മുടെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ അത്യാവശ്യത്തിന് നല്ല രീതിയിൽ തന്നെ നമ്മള് ഡ്രസ്സിങ് ആയാലും ഏതൊരു കാര്യങ്ങളിലും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരില്ല. പിന്നെ ഞാനൊക്കെ ഇട്ട് നടന്നെന്ന് വെച്ചിട്ട് ഇവിടെ ആകാശം തുടിഞ്ഞു വീഴത്തില്ല. എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയുടെ പോലെ തോന്നത്തുള്ളൂ. അപ്പൊ പിന്നെ ഞാൻ ഇട്ടുകൊണ്ടൊന്നും ഒരു ബോറും ഇല്ല. പിന്നെ പറയേണ്ട കാര്യമില്ല അവർക്ക്. വെല്ല തടിച്ചോളും അല്ലെങ്കിൽ ആനക്കുട്ടി പോലത്തെ ആൾക്കാർ ഇടുന്ന പോലത്തെ ഒന്നല്ല, അതുപോലത്തെ മോശം ഡ്രസ്സൊന്നല്ല ഞാൻ ഇട്ട് നടക്കുന്നത്. അവരൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് ഇടുമ്പോൾ ഒരു നാണക്കേട് ഉണ്ടാവുള്ളൂ. എനിക്ക് ആ വക ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് അത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. അതെ, അങ്ങനെ ഡ്രസ്സിംഗ് ഒക്കെ ഓരോരുത്തരും. അതെ, പക്ഷെ അത് നമ്മള് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാം. അതെ, ഓരോരുത്തരും ഓരോ ചാനലിൽ ഓരോ വീഡിയോസ് ഇട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഞങ്ങളൊക്കെ എത്രയോ ഭേദമാണ്. ഞങ്ങൾക്ക് അതുകൊണ്ടാണ് ഞങ്ങൾ മാന്യമര്യാദയ്ക്കുള്ള ഡ്രസ്സ് ഇടുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് വ്യൂവേഴ്സ് കുറവും ഞങ്ങൾക്ക് കമന്റ്സും കുറവും വരുന്നത്. അതെ, ഒരു ദിവസം ഞങ്ങളൊന്ന് ഇതുപോലെ ഇട്ട് വന്ന് നോക്കിയൊക്കെ, ഞാൻ പറഞ്ഞില്ല ഇന്നാള് പറഞ്ഞ പോലെ ഇത്ര മോന്നത് ഇട്ടിട്ട് ഞാൻ വന്ന് ലൈവിൽ ഇരുന്ന് കഴിഞ്ഞാൽ ലൈക്കും കമന്റ്സും കൊണ്ട് ഞാൻ കാണിച്ചാറുണ്ട്. ഇപ്പൊ എന്നും എന്നോട് മനോജേട്ടൻ ചോദിക്കാറുണ്ട്, എന്റെ കോട്ട് ഒരു അലങ്കാരമാണല്ലോ ചോദിക്കാറുണ്ട്. സത്യത്തിൽ ആ കോട്ട് ഊരിയിട്ട് ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ എന്റെ ചാനലിൽ, ഞങ്ങളുടെ ചാനലിൽ ലൈവില് ആൾക്കാർ കൂടും, കമന്റ്സ് കൂടും, ലൈക്കും കൂടും. പിന്നെ ബാഡ് കമന്റ്സിന്റെ പൂരം കിട്ടും. ബാഡ് കമന്റ്സ് വന്നോണ്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, ഞങ്ങൾ വായിക്കാണ്ട് വിട്ടാൽ മതി. അങ്ങനെ ഇടാൻ ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷെ ഞങ്ങൾക്ക് ഒരു നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറെ ചേട്ടന്മാരും ചേച്ചിമാരൊന്നുമില്ല. ചേച്ചിമാർക്കാണ് ഏറ്റവും വല്ലാത്ത കുശുമ്പോള്. ചേട്ടന്മാരുണ്ട്, അനിയന്മാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു നല്ല രീതിക്കുള്ള നമ്മളൊരു ക്യാരക്ടറാണ്. അപ്പൊ അത് മോശമായിട്ട് ചിന്തിക്കരുതല്ലോ വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ വരുന്നത്. നമ്മളിപ്പോ ഒരു ഇതിൽ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഡ്രസ്സിങ്ങിലോ അല്ലെങ്കിൽ ഇരുത്തത്തിലോ എന്തെങ്കിലും ഒരു മോശമായി കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കും, എടോ നീ അങ്ങനെ ഇരിക്കരുത് കേട്ടോ,
നീ അങ്ങനെ ചെയ്യരുതിട്ടാ, നിനക്ക് അത് ബോറായിട്ടാന്ന് എന്നോട് ഒരു ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇരുന്നിരുന്ന രീതി ശരിയല്ല എന്നിട്ട് എന്നെ ഉപദേശിച്ചിട്ടുണ്ട്. ഞാൻ അതിന് ശേഷം ഞാൻ ഇരുത്തം മാറ്റി. അപ്പൊ ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ ഒരു ഷാളിന്റെ ഇട്ടിട്ട് വന്നപ്പോ എന്നോട് പറഞ്ഞു അങ്ങനെ ഇട്ടിട്ട് വരരുതിട്ടാ അത് പറഞ്ഞു. കഴുത്തിൽ കൂടെ ഷാൾ ഇട്ട് വന്നപ്പോ പറഞ്ഞു നീ അങ്ങനെ ഇടരുതിട്ടാ, നീ ഇത് മോശാണ്ടാന്ന് പറഞ്ഞു. ഞാൻ അത് മാറ്റി. ഇപ്പൊ ഞാൻ വീണ്ടും അതേപോലെ നല്ലത് പറയുന്ന ആൾക്കാരുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങളുടെ സ്വന്തം ചേട്ടന്മാരെ പോലെ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടിയ അതെ, ഇതിൽ നിന്ന് കിട്ടിയ ആൾക്കാരാണ്. ഞങ്ങളുടെ ഒരു ഫ്രണ്ട്സ് അല്ല, ബന്ധുക്കളല്ല, ബന്ധുക്കൾ ഒരു അക്ഷരം പോലും നൈബേഴ്സ് അല്ല, ഏതോ ഒരു ഞങ്ങളുടെ നാട്ടുകാരൻ തന്നെ. ഒരു നാട്ടിലുള്ള ഒരു ചേട്ടൻ ഇതേപോലെ നമ്മുടെ ഇതിൽ ചാനൽ കിട്ടിയതാണ്. അതെ, ആത്മാർത്ഥമായിട്ട് എന്റെ ഒരു നിന്റെ ഫ്രണ്ട്സ് പറയണ്ടോന്ന് അറിയില്ല. എന്റെ വീഡിയോ കണ്ടിട്ട് ഇന്നേ വരെ പറഞ്ഞുള്ളൂ. എന്റെ അടുത്ത് പറഞ്ഞത് മുഴുവൻ നെഗറ്റീവ് കമന്റ്സ് ആണ്. നിങ്ങളുടെ ചാനൽ കൊള്ളൂല, ഞാൻ ലൈക്ക് അടിച്ചത് ഡിസ്ലൈക്ക് അടിക്കും, ഒരു കണ്ടന്റ് ഇല്ലാത്ത ചാനൽ. ഞാൻ അവസാനം സാഹി കേട്ടിട്ട് ഞാൻ പറഞ്ഞു എന്റെ ചാനലല്ല, എന്നോട് പണ്ട് കാര്യമില്ല പറഞ്ഞു. എന്നിട്ട് ഇതന്നെ പറഞ്ഞോണ്ടിരിക്കണം. ഞാൻ പറഞ്ഞു അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിക്കോന്ന് പറഞ്ഞു. എനിക്ക് കേട്ട് നിൽക്കാൻ വയ്യ. നമ്മളൊരു സ്ഥലത്തേക്ക് നമ്മൾ കുറെ നാളുകൾക്ക് ശേഷം ഒരു സ്ഥലത്തേക്ക് പോയപ്പോ കിട്ടിയ ഒരു കമന്റ് ആണ്. ഞാൻ അത് കേട്ട പക്ഷെ ഞാൻ തരിച്ചു നിന്നു. എനിക്ക് എന്താ പറയണ്ടെന്ന് എനിക്ക് മനസ്സിലാവാത്തൊരു അവസ്ഥയായി. അവസാനം ഞാൻ പറഞ്ഞു അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിക്കോന്ന് പറഞ്ഞു. ആ ഒരാള് കുറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചു ഞാന്. എന്താ വെച്ചാൽ അമ്മ അതിന് പറയണത് ആള് വലിയൊരു സംഭവമാക്കിട്ട് എടുക്കണത്. നമ്മൾ ജസ്റ്റ് തമാശക്ക് പറയുന്ന പല കാര്യങ്ങളാണ്. ആദ്യം തമാശക്ക് വെച്ചിട്ട് ഞാൻ തമാശക്ക് വിട്ട് കളഞ്ഞതാണ്. പക്ഷെ ആള് സീരിയസ് ആയിട്ട് അങ്ങനെ ഇങ്ങനെ അതാണ് ഇത് അതിന് കൂട്ടുപിടിച്ചിട്ട് പറയാൻ ബാക്കിയുള്ളവരൊക്കെ ആയപ്പോ പിന്നെ ഞാൻ പറഞ്ഞു അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിക്കോന്ന് പറഞ്ഞു. എന്തൊക്കെ ചാനലാണ് നിങ്ങളുടെ ചാനല്? ഒരു കണ്ടന്റ് ഇല്ല, അതില്ല. പക്ഷെ അതാ ഞാൻ പറഞ്ഞത്. ഞങ്ങള് പ്രൊഫഷണലി ഇത് വീഡിയോ എഡിറ്റിങ്ങോ ഇതിനെ പറ്റി പഠിച്ചിട്ടോ വന്ന ആൾക്കാരല്ല. ഞങ്ങള് ഞങ്ങളുടെ രീതിയിൽ പഠിച്ചിട്ട് ഞങ്ങൾ നല്ല രീതിയിൽ ജോലി ചെയ്തിരുന്ന ആൾക്കാരാണ്. അപ്പൊ അതിന് പോവാനുള്ള ലിമിറ്റേഷൻസ് ഉള്ള കാരണമാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ. അത് സക്സസ് ആവില്ലെന്ന് നമുക്ക് അറിയില്ല. എന്നാലും ഞാൻ ഇന്നേ വരെ അത് നിർത്താണ്ട് എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ ഷോർട്സ് വീഡിയോ, ലോങ് വീഡിയോ എനിക്ക് ഇടാൻ പറ്റാറില്ല, എന്നാലും ഇടയ്ക്കെങ്കിലും ഇടാറുണ്ട്. ഷോർട്സ് വീഡിയോ ഡെയിലി കൊണ്ട് ഇടാറുണ്ട്. ഇപ്പൊ ലൈവ് പിന്നെ ഡെയിലി ഉണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആയാലോ എന്ന് ചോദിച്ചിട്ടാണ്. അത് നമ്മൾ ഇടുന്ന എഫേർട്ട് കാരണം, അല്ലാണ്ട് നമുക്ക് വെറുതെ ആരും എടുത്തൊന്നല്ല. അത്യാവശ്യത്തിലധികം ഞാൻ എഫേർട്ട് ഇടുന്നുണ്ട് ഈ കാര്യത്തില്. കുട്ടീനെ വെച്ചിട്ട് അത്യാവശ്യത്തിന് ഒരു വീഡിയോ വീഡിയോ എടുക്കാന്ന് മാത്രല്ല, അതിനെ എഡിറ്റ് ചെയ്യാൻ മണിക്കൂറോളം കഷ്ടപ്പാടുണ്ട്. ഈ കുട്ടികളുള്ളവർക്ക് മനസ്സിലാവും. അതിന് എഡിറ്റ് ചെയ്യാൻ എടുത്തു കഴിഞ്ഞാൽ കുട്ടി കരഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കുറുമ്മന്മാരായ കുട്ടികളുള്ളവർക്ക് എഡിറ്റ് ചെയ്യാൻ എടുത്തു കഴിഞ്ഞാൽ അതിന് മണിക്കൂറോളം പോവും. അപ്പോ നമുക്കതിന് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും സങ്കടം വരുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഈ ലൈവ് എടുക്കുന്ന സമയത്ത് പോലും എടുക്കാൻ പോലും സമ്മതിക്കാത്ത കാര്യത്തില് എന്റെ മോൻ ചിലപ്പോ അറിയും. അപ്പൊ ഞാൻ കരഞ്ഞു പോയ അവസ്ഥകളുണ്ട്. പക്ഷെ എനിക്ക് ഇതിൽ നിന്നൊക്കെ എന്തെങ്കിലും നേടിയെടുക്കണം എന്ന് അത്രയും ആഗ്രഹമുള്ള കാരണം എനിക്ക് അതിന്റെ പിന്നിൽ എന്തെങ്കിലും നേടിയെടുക്കണം. എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. ഇതിപ്പോ ഞങ്ങളുടെ ലൈവ് കാണാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്ന് എന്ത് ഞങ്ങളിപ്പോ ലൈവിൽ വരാൻ വൈകി തന്നെ ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും ലൈവ് ഇല്ലേ ചോദിച്ചിട്ട് ഞങ്ങൾക്ക് മെസ്സേജ് ഇടുന്ന പലരും ഉണ്ട്. ഇമെയിലിൽ വരെ മെസ്സേജ് ഇടുന്ന ആൾക്കാരുണ്ട്. എന്തുകൊണ്ട് ലൈവ് ഇല്ലേ ചോദിച്ചിട്ട് മെസ്സേജ് ഇടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. നമ്മളിപ്പോ യൂട്യൂബ് ചാനൽ നിർത്തിയാലും അവർക്ക് സമ്മതിക്കുന്നില്ല. ബുദ്ധിമുട്ടായിരിക്കും. അതെ, അവര് പറഞ്ഞത് എങ്ങനെയെങ്കിലും ഒരു നേരം കണ്ടില്ലെങ്കിലും ചോദിക്കാനും പറയാനും നമുക്ക് ആൾക്കാരുണ്ട്. അത് ഒരിക്കലും ഒരു ഫീമെയിൽ ആൾക്കാരല്ല. ഒരിക്കലും ഒരു പെൺകുട്ടിയോ പെണ്ണുങ്ങളോ ഒന്നല്ല ചോദിച്ചത്. ഞങ്ങളുടെ കൂടെ പഠിച്ചവരല്ല, ഒന്നുമല്ല. ഏതൊക്കെയോ കേരളത്തിന്റെ അങ്ങേയറ്റം തൊട്ടിട്ട് ഇങ്ങേയറ്റം വരെയുള്ള ആളുകളിൽ ഒരു പരിചയമില്ലാത്ത അത് അത്യാവശ്യം കാണാത്ത ആൾക്കാര്. അതെ, അതും എന്താ പറയാ നല്ല ജോലിയിൽ ചെയ്യുന്നവര്, നല്ല പൊസിഷനിൽ ഇരിക്കുന്നവര്, ലൈവ് കാണുന്നവര് വെറുതെ ഒരു പണിയില്ലാത്തവരൊന്നല്ല. പട്ടാളക്കാരുണ്ട്, വക്കീലന്മാരുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, നേഴ്സുമാര്, അങ്ങനെ നല്ല കാറ്ററിംഗ് നല്ല വിവരമുള്ള അവരൊക്കെ നമ്മളെ എക്സ് ആർമി വരെ ഉണ്ട്. ആർമി അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ അവരെയും കൂടി നമ്മൾ ഇതാക്കണം. അത്രയും വിവരവും വിദ്യാഭ്യാസവും നല്ല നിലയിൽ നിൽക്കുന്ന ആൾക്കാർ വരെ ഞങ്ങളുടെ ഈ വീഡിയോസ് കാണാൻ വരുന്നുണ്ട്. അതെ, ചളി ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, അവര് അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ നമ്മള് യൂട്യൂബ് ചാനൽ ഉള്ള കാരണം ചിലവര് നമ്മളെ കാണുമ്പോ അത് യൂട്യൂബേഴ്സ് നമ്മള് ഏതൊരു കാര്യം എടുത്താലും അതിൽ നമ്മളെ തളർത്താൻ 1000 പേര്. നമ്മള് മാത്രം വിചാരിക്കണം നമ്മൾ ജയിച്ചു കാരണം.
ഇതിപ്പോ നിന്നോട് ഇപ്പൊ നേരിട്ട് പറയണേ, എന്നോട് പറയാത്ത ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. അതെ അതെ, കാരണം എന്താ വെച്ചാൽ ഇവള് പുറത്തേക്ക് ഇറങ്ങുന്നില്ല, ആൾക്കാർ അങ്ങനെ കാണുന്നില്ലാത്തതുകൊണ്ടായിരിക്കും. ഞാനിപ്പോ ഈ പുറത്തേക്ക് പോയിട്ട് കാണുന്നത്, അപ്പൊ ഞാൻ ഇങ്ങനെ വളവളാന്ന് സംസാരിക്കുമ്പോ ഇങ്ങനെ വർത്താനം പറഞ്ഞു വരുമ്പോ ഞാൻ പറയും നേരം പോണില്ല എന്ന് പറയുമ്പോ ഞാൻ പറയാറുണ്ട് നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേ ഇത് പറഞ്ഞിട്ട് ഞാൻ തന്നെ കേറിയിട്ട് ഞാൻ ചാനലും കാര്യങ്ങളും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കുന്നൊക്കെ. അതൊക്കെ ഇപ്പൊ എനിക്ക് ഭാര്യയെന്ന് എനിക്കിപ്പോ മനസ്സിലാവും. നമ്മുടെ ചാനൽ ഇതുവരെ കണ്ട് സപ്പോർട്ട് അറിയിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അതെ, ഞങ്ങൾ കുറെ നേരം പറഞ്ഞു, പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കണ്ടത് ക്യാമറ ഓഫായുള്ള കാര്യം. അതുകൊണ്ട് ടെസ്റ്റ് ചെയ്തതാ. അപ്പൊ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ നല്ലവരായ മനുഷ്യന്മാരുണ്ട് കുറെ പേര്. കുശുമ്പും കുന്നായകം ഇല്ലാണ്ട് നമ്മളെ സ്നേഹിച്ച, ഒരുപാട് ആത്മാർത്ഥമായി സ്നേഹിച്ച നമ്മുടെ ലൈവില് വരുന്ന കുറെ ആൾക്കാരുണ്ട്. അതല്ലാണ്ടും ഉണ്ടാവും. നമുക്ക് ശരിക്കും കണക്കറിയില്ല. നിലവില് നമ്മളെ സപ്പോർട്ട് ചെയ്യണ നമ്മളെ ആൾക്കാരൊന്നും ഇല്ല എന്നാണ് വിശ്വാസം. നമ്മളറിയാത്തവര്, അറിയണോര് അറിയാത്തവര് അറിയാത്തവരും നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അറിയണവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതെ, അപ്പോ അങ്ങനെയൊക്കെയാണ്. ഞങ്ങളെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ ഇരിക്കുന്ന ആൾക്കാര് ആ ഡിസ്ലൈക്ക് ബട്ടൺ അമർത്തിയിട്ട് നിങ്ങളുടെ എതിർപ്പ് ഞങ്ങൾ അറിയിക്കേണ്ടതാണ്. ഞങ്ങളെ സ്നേഹിക്കുന്നവര് ഞങ്ങൾക്ക് ലൈക്ക് അടിക്കുക. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഉപദേശങ്ങൾ നിങ്ങൾക്ക് തരാനുണ്ടെന്നുണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തിയിട്ട് അറിയിക്കാം. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ എഴുതി പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് അതിനുള്ള മറുപടി തരുന്നതായിരിക്കും. അതെ, അപ്പോ നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണുന്നവരും എല്ലാവർക്കും ബൈ ബൈ.